قلبي دوما يغمرني من فيض ضياء. آيات المولى تدفعني نحو العليا. والكون الواسع في صدري أحضنه أرضا وسماء. يا ربي قد نلت. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ മുസമ്മിലാണ്. 10ാമത്തെ ആയത്തിലാണ് നമ്മളുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്ബിർ അലാ മാ യഖൂലൂന വഹ്ജുർഹും ഹജ്റൻ ജമീലാ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. നബി, അങ്ങ് അവർ പറയുന്നത് ക്ഷമിക്കുകയും ആ പറയുന്നതിനെ പറ്റി ക്ഷമിക്കുകയും അവരോട് നിങ്ങൾ ഭംഗിയായ രൂപത്തിൽ ഒഴിവായി നിൽക്കുകയും ചെയ്യുക. അർത്ഥം നമ്മൾ പഠിച്ചല്ലോ അല്ലേ? വസ്ബിർ അലാ മാ യഖൂലൂന എന്ന ആ ഭാഗവും നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ പറഞ്ഞു വെച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ 2ാമത്തെ ഭാഗമായ വഹ്ജുർഹും ഹജ്റൻ ജമീല എന്ന ഭാഗമാണ്. വഹ്ജുർഹും, അവരെ നിങ്ങൾ വെടിയണം. ഹജ്റൻ ജമീലൻ, ഭംഗിയായ വെടിയൽ. ഒരിക്കലും മനസ്സുകൊണ്ടും ആശയം കൊണ്ടും മാത്രം അകന്ന് നിൽക്കണം എന്നർത്ഥം. നമുക്കത് വിശദമായി പറയാം ഇൻഷാ അല്ലാഹ്. ഹജ്ർ എന്ന് പറഞ്ഞാൽ ഹാജറ, വെടിഞ്ഞു, ഒഴിവാക്കി എന്നൊക്കെയാണ് അർത്ഥം. വസ്ല് എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് വസ്ല് എന്ന് പറഞ്ഞാൽ ചേർക്കുക എന്നാണ്. ഹജ്ർ എന്ന് പറഞ്ഞാൽ പിരിക്കുക എന്നാണ്, ഒഴിവാക്കുക എന്നാണ്. വസല യസ്ലു വസ്ല് സ്വാദ്. അപ്പോൾ വസ്ലിൻ്റെ ഓപ്പോസിറ്റാണ് ഹജ്ർ. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വെടിഞ്ഞു നിൽക്കുന്നതിനാണ് ഇത് പറയാം. അത് ശരീരം കൊണ്ടാവാം, മനസ്സുകൊണ്ടാവാം, നാവ് കൊണ്ടാവാം, പലതും കൊണ്ടാവാം. 3 രൂപത്തിൽ നമ്മൾ ഇന്ന് ആ വിഷയം ശ്രദ്ധിക്കണം. ഒന്ന്, ഹജ്റുൻ ജമീൽ 3 കാര്യങ്ങളിലുണ്ടാവാം. ഒന്ന്, ഇന്ന് പൊതുവെ ഇന്നത്തെ കാലം എല്ലായിടത്തും ഫിത്നകളാണ്, പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, അല്ലേ, തോന്നിവാസങ്ങളാണ്. അപ്പോൾ അവിടെ ഒരു മുസ്ലിമായ മനുഷ്യൻ അവിടുന്ന് ഹജ്ർ ചെയ്യണം, ഹജ്റുൻ ജമീൽ ചെയ്യണം. എങ്ങനെ? ആ പറയപ്പെട്ട വേണ്ടാത്തരങ്ങളിലേക്കൊന്നും പോകാതെ പരമാവധി നല്ലത് ചെയ്യാൻ, കഴിയുന്നത്ര നന്മ പ്രവർത്തിക്കാൻ മനുഷ്യനെ ശ്രമിക്കുക. ആ കൂട്ടങ്ങളിലേക്ക് പോകാതെ അത് വെടിഞ്ഞു നിൽക്കുകയും ചെയ്യുക. ഹജ്റുൻ ജമീൽ, വെടിഞ്ഞു നിൽക്കുക അവിടെ. രണ്ടാമത് ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ്റെ സഹോദരനുമായി വെടിഞ്ഞു നിൽക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞത് സമൂഹത്തിലെ തെറ്റുകളുമായി വെടിഞ്ഞു നിൽക്കുക. ഇവിടെ മറ്റൊരാളുമായി, അവൻ്റെ സഹോദരനുമായി വെടിഞ്ഞു നിൽക്കുക. അത് അള്ളാഹുവിന് വേണ്ടി വെടിഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ മറ്റുള്ള എന്തൊരു തെറ്റ് ചെയ്തു, വലിയൊരു വേണ്ടാത്തരം ചെയ്തു. അപ്പോൾ ആ ഒരു വിഷയത്തിൽ അവനോട് എതിർപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടി അവനെ വെടിഞ്ഞ് നിൽക്കുക. ആ കാര്യങ്ങൾ പറഞ്ഞു അവൻ കേൾക്കണില്ല, അവനോട് ഉപദേശിച്ചു കൊടുത്തു അവൻ സ്വീകരിക്കണില്ല. അപ്പം എന്നാൽ പിന്നെ ഒന്നിനെ മാറി നിൽക്കുക, അവനോടുള്ള കൂട്ടുകെട്ട് തൽക്കാലം അവസാനിപ്പിക്കുക. അങ്ങനെ 2-3 ദിവസം മാറി നിൽക്കുന്ന ആ ഒരു വിഷയം. മൂന്നാമത്തേത്, ദീനിനുള്ളിൽ തന്നെ ദീനിനെതിരെ കളിക്കുന്ന ഉൽപ്പതിഷ്ണുക്കളായ ആളുകൾ, ബിദ്അത്തിൻ്റെ ആളുകൾ, ഇങ്ങനത്തെ ചില ആളുകളുണ്ടാവും. അവരോട് ഇതേപോലെ ഹജ്റുൻ ജമീൽ ചെയ്യേണ്ടി വരും. അവരോട് തൗബ ചെയ്യാനും സത്യത്തിലേക്ക് മടങ്ങി വരാനൊക്കെ പറഞ്ഞാൽ അവർ കേൾക്കുന്നില്ലെങ്കിൽ അവരോട് എന്ത് ചെയ്യുക? അവരെ ബഹിഷ്കരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഒരു തരത്തിലുള്ള ഒരു അകൽച്ച അവരോട് പാലിക്കുക. അതേസമയം അത് എൻ്റെ നസീഹത്തോടെ ആവണം, ഗുണകാംക്ഷയോടെ ആയിരിക്കണം ഈ അകൽച്ച പാലിക്കേണ്ടത്. പറ്റ ഒഴിവാക്കല്ല. ഇങ്ങനെങ്കിലും ചെയ്തിട്ട് എന്നോട് മിണ്ടുന്നില്ലല്ലോ, ഞാനിപ്പോൾ ഇതിലായതുകൊണ്ടേ, കാരണം ഞാൻ അങ്ങനെ ഒരു വാദഗതി കൊണ്ട് നടക്കുന്ന ആളായത് കൊണ്ടായിരിക്കും എന്നോട് മിണ്ടാത്തത്, അതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ട് ഞാൻ നല്ല വഴിയിലേക്ക് പോകാമെന്ന് അവന് തോന്നട്ടെ എന്ന നിലയിലാണ് നമ്മൾ ഈ ഒരു ഹജ്ർ നടത്തേണ്ടത്. അതാണ് ഈ ഹജ്റുൻ ജമീൽ എന്ന് പറഞ്ഞ അർത്ഥം. ഹജ്റുൻ ജമീൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്ന ഘടകം നസീഹത്താണ്. ഒരാളെ നമ്മൾ അകൽച്ച മാറ്റി നിർത്തുന്നു എങ്കിലും അവിടെ ഉണ്ടാകുന്ന ഘടകം, അതിൻ്റെ പിന്നിൽ പ്രേരകം നസീഹത്താകണം, ഗുണകാംക്ഷയാണ്. അപ്പോഴേ ഹജ്റുൻ ജമീൽ ആവുള്ളൂ. മറ്റെന്തെങ്കിലും വ്യക്തിവൈരാഗ്യങ്ങളോ അതല്ല വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലൊന്നും അത് ഹജ്റുൻ ജമീൽ എന്നതിൽ പെടില്ല. അതാണ് അല്ലാഹു തആല
വഹ്ജുറുഹും ഹജറൻ ജമീല എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഹജറ എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വഹ്ജുറുഹും ഹജറ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ജമീല എന്ന് ചേർത്തത് അതുകൊണ്ടാണ്. സൊബറിനെ കുറിച്ച് പറഞ്ഞിടത്തും അല്ലാഹു തആല സൊബറുൻ ജമീൽ എന്ന് ചേർത്തിട്ടുണ്ട്. യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ കഥയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ സൊബറുൻ ജമീൽ എന്ന് ചേർക്കുമ്പോൾ ആ സംഗതി ഇങ്ങോട്ട് മനോഹരമായി മാറുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയുന്നത് എന്താ? അങ്ങയെ അധിക്ഷേപിക്കുന്ന ഈ ആളുകളോട് ഹജറുൻ ജമീൽ ചെയ്യണം. തൽക്കാലം അവരെന്താക്കണം? മാനസികമായി മാത്രം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആ പണിയോടുള്ള വെറുപ്പ് കൊണ്ട് മാത്രം അവർ മാറ്റി നിർത്തണം. അവരെന്ന വ്യക്തികളെയല്ല അങ്ങ് മാറ്റി നിർത്തേണ്ടത്. അവരെ നിങ്ങൾ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കണം. ആ ഒരു വിഷയം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും വേണം. ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുകയും വേണം. ഇതൊക്കെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ല പറ്റേ ഒഴിവാക്കണം എന്നല്ല, ദഅവത്തൊക്കെ നിർത്തി അവസാനം പരി പോയി വന്നിരിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് അല്ലാഹു തആല അവിടെ ഹജ്ർ എന്ന പദം ഉപയോഗിച്ചത്. അത് ഒരു പോയിൻ്റാണ്. അള്ളാഹു ഹജ്ർ എന്ന ലഫ്ള് ഉപയോഗിച്ചു, എന്തുപയോഗിച്ചില്ല? തെർക്ക് എന്ന ഭാഗം ഉപയോഗിച്ചില്ല. തെർക്ക് എന്ന പദം ലഫ്ള് ഉപയോഗിച്ചില്ല. സംഭവം രണ്ടും മലയാളത്തെ അർത്ഥം പറയുന്നത് ഒന്ന് തന്നെയാണ്, വെടിയുക, ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. പക്ഷേ ഹജ്റും തെർക്കും, തെർക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? തെർക്ക് എന്ന് പറഞ്ഞാൽ പറ്റേ ഒരാളുടെ എഴുതി തള്ളുന്നതിനാണ് തെർക്ക് എന്ന് പറയുക. പറ്റേ ഒഴിവാക്കുക, അയാളിഞ്ഞ് പിന്നെ ആ ബാക്കി തിരികെയില്ല. ഹജ്ർ അങ്ങനെയല്ല. ഹജ്ർ എന്ന് പറഞ്ഞാൽ അയാളെ അടുത്തേക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പിന്നെ അയാൾക്ക് പ്രബോധനങ്ങൾ ചെയ്ത് അയാൾ നല്ല പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അയാൾ വീണ്ടും തിരിച്ച് നല്ല വഴിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം. അവർ വീണ്ടും രണ്ടാമത് നമ്മുടെ അടുത്തേക്ക് വരും. നമ്മുടെ അടുത്തേക്ക് നമുക്കവർ നമ്മളോട് തന്നെ ചേർക്കാൻ പറ്റും. അതിനാണ് ഹജ്ർ എന്ന് പറയുക. അതാണ് ഞാൻ നേരത്തെ വസ്ലിൻ്റെ ഓപ്പോസിറ്റാണെന്ന് പറഞ്ഞത്. ചേർക്കുക എന്നുള്ള വസ്ൽ എന്ന് പറഞ്ഞ അർത്ഥം. അപ്പോൾ ഹജ്ർ ഇല്ലാതെ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് അതാണ് വസ്ലാണ്. തെർക്ക് അങ്ങനെയല്ല. തെർക്ക് എന്ന് പറഞ്ഞാൽ തറക്ക എത്തുറുക്കും എന്ന് പറഞ്ഞാൽ പറ്റ ഒഴിവാക്കണമെന്നാണ് പറയും. അതുകൊണ്ടാണ് ഹജ്ർ ഉണ്ടാവണമെന്നും ആ ഉണ്ടാവണ ഹജ്ർ ജമീലാവണമെന്നും അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും നമ്മളോടുമൊക്കെ ഉപദേശിക്കുന്നത്. നമ്മളിത് നന്നായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഇങ്ങനെയൊന്നും അല്ല ഉണ്ടാണ്. ഇന്ന് ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അയാളെ എഴുതി തള്ളുകയാണ്. ഒരു നാട്ടിലെ അയാൾ എന്തെങ്കിലും ഒരു പെണ്ണിനെ തൊട്ടിട്ടുണ്ടാവും, അതോടെ അയാൾ പെൺപിടിയാനായി. പിന്നെ അയാളെ കുടുംബത്തിൽ അയാൾ മരിക്കുന്നത് വരെ ആ നാട്ടിലെ അയാൾക്ക് ആ പേരുണ്ടാവും. ഒരു പരിപാടിക്കും അയാൾക്ക് വരാൻ കഴിയില്ല, പള്ളിക്കൊക്കെ വരാൻ കഴിയില്ല, ആളുകളെ കളിയാക്കിയിട്ടും പരിസരത്ത് അയാളെന്നോ തൗബ ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അടിത്താത്തിട്ട് എന്നൊക്കെ ശരിയായി വളരെ മുത്തഖിയ മനുഷ്യനായിട്ടുണ്ടാവും. പിന്നെ ഈ മനുഷ്യന്മാരായ നമ്മൾ അയാളെ തെർക്ക് ചെയ്തു, ആ മഹല്ല അയാളെ തെർക്ക് ചെയ്തു. ചില ആളുകളെ തിരിച്ചുണ്ടാവും കേട്ടോ. അങ്ങനെ ഒഴിവാക്കിയാൽ പിന്നെ ഒരു വലിയ തെറ്റിലേക്ക് പോയി വലിയ തെറ്റുകാരായി മാറുന്ന ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. അതും അതിന് ഉത്തരവാദികൾ ഈ നാട്ടുകാരാണ്, ആ മഹല്ലുകാരാണ്. അയാൾക്ക് തോബയുള്ള അവസരം കൊടുത്തു, അയാൾ നല്ല മനുഷ്യനായിക്കൂടെ, നല്ല മനുഷ്യനാക്കാനുള്ള അവസരം കൊടുത്തൂടെ? അത് ചെയ്യൂല. പറ്റേ തെർക്ക് ചെയ്യും മനുഷ്യൻ, അത് ചെയ്യാൻ പാടില്ല. വഹ്ജുറുഹും ഹജറൻ ജമീല. എന്തെങ്കിലും തെറ്റുകളുടെ പേരിൽ ആളുകളെ മാറ്റി നിർത്തുകയാണെങ്കിൽ അത് ജമീലായ ഹജറാവണം, നസീഹത്തോടെയുള്ള പരിപാടിയാവണം എന്നർത്ഥം. ആരോടെ അപ്പോൾ ഇതൊക്കെ പറയലേ? ഇതൊക്കെ വലിയ സങ്കടമാണ് ചില കാര്യങ്ങളും ചില വിഷയങ്ങളൊക്കെ കൊടുക്കുമ്പോൾ. വേറൊരു വിഷയമുണ്ട്. നാട്ടിലിപ്പോൾ അങ്ങനെ ഒരാളായ നാട്ടുകാരൊക്കെ അയാളെക്കുറിച്ച് ഇന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഏതെങ്കിലും ഈ ഹജറും ജമീലൊക്കെ പഠിച്ച ഒരു സാധുവായ മനുഷ്യൻ ചെന്നിട്ട് കണ്ടിട്ട് സാറില്ല നിങ്ങളെ തോബ ചെയ്ത് മറങ്ങിക്കോളിയും, അള്ളാഹു നിങ്ങളെ സ്വീകരിക്കും, നിങ്ങൾ ഉഷാറായി എന്നൊക്കെ പറഞ്ഞ് അയാളുടെ പേരിൽ പോയി നോക്കുക. അപ്പോൾ അയാളെ പെരുമിനെ കുറ്റം, ആളൊപ്പാണെന്ന് പറഞ്ഞിട്ട് ഈ പോയ ആളെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം എന്നാ നമ്മളെ കൗമിന് ബോധം വരെ അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന സംഗതിയല്ല. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ വെറുതെ പറയണം. യാ അല്ലാഹ്, ഇത് പ്രബോധനത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത് പറയുന്നത്. വഹ്ജുറുഹും ഹജറൻ ജമീല. എല്ലാം കഴിഞ്ഞ് മദീന എന്ന രാഷ്ട്രം സുസ്ഥാപിതമായി ഹജ്ജത്തുൽ വിദാ കഴിഞ്ഞതിന് ശേഷം എന്നല്ല ഈ പറയണത്. തുടക്കത്തിൽ എത്ര ബുദ്ധിമുട്ടുണ്ടാവും, ശത്രുക്കളെ പോലെ എത്ര പ്രയാസങ്ങൾ അവർ സഹിച്ചിരുന്നത്. ആ സമയത്തും പറഞ്ഞാൽ എന്താ? വഹ്ജുറുഹും ഹജറൻ ജമീല എന്നാണ്. ആരെ പറ്റ എഴുതിത്തലാണെന്നല്ല പറഞ്ഞത്. അപ്പോൾ ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം ആ സാഹചര്യമൊക്കെ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റബ്ബ് എന്തൊരു നിർദ്ദേശമാണ് ഇവിടെ കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കണം. എന്താണ് അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ ശരിക്കൊരു പ്രബോധകൻ, ഒരു ദഅവത്ത് നടത്തുന്ന ആൾ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിൻ്റെ കൃത്യമായൊരു മാർഗദർശനമാണിത്. ഒരു ദാഇ, ഒരു പ്രബോധകനായ മനുഷ്യൻ ജീവിക്കുന്ന സമൂഹത്തിൽ അയാളെടുക്കേണ്ട നിലപാട്, അയാളെടുക്കേണ്ട നിലപാടും അതേപോലെ തന്നെ അയാളുള്ള കൗമിലുള്ള ആളുകൾ, ആ ആളുകളോട് ഇയാളുടെ പെരുമാറ്റവും, ഇതാണ് ഈ ആയത്തിൽ പ്രധാനമായി അല്ലാഹു തആല പറയുന്നത്. നല്ല ക്ഷമ വേണം, നല്ല ഹജ്റും വേണം. ഹജറുൻ ബില അദ എന്ന് വേണമെങ്കിൽ അതിന് പറയാം. മറ്റുള്ളവരെ ഒരു ബുദ്ധിമുട്ട് ഏൽപ്പിക്കാതെ അവരെ നമ്മൾ തൽക്കാലം വെടിഞ്ഞു നിൽക്കുക. മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ അങ്ങനെ തഫ്സീർ കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഈ വെടിഞ്ഞു നിന്നാൽ തന്നെ, അതായത് നമ്മൾ ഒരു ടീമിനെ ഒഴിവാക്കിയാൽ തന്നെ അവരെ കുറ്റം പറയുക, അവർക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക, അവർക്കെതിരെ പത്രസമ്മേളനം നടത്തുക, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ഇത് ചെയ്യാൻ പാടില്ലാത്ത പണിയാണ്. അപ്പോൾ ഹജറും ജമീൽ, ഒരു ഹജർ ജമീലാവണമെങ്കിൽ ഒരു ടീമിനോട് നമ്മൾ അവരെ മാറ്റി നിർത്തി, ആ മാറ്റി നിർത്തിയ ആളുകളെ നസീഹത്തോടു കൂടെയാണെങ്കിൽ നമ്മൾ അവർക്കെതിരെ ഒന്നും പറയില്ല. അവർ തിരിച്ചു വരും, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമം നടത്തും. അതല്ലാതെ ആൾക്കാരുടെ ഇട്ട് വഷളാക്കുക, പബ്ലിക്കിലിട്ട് വഷളാക്കുക, ഇത് നമ്മൾ ചെയ്യില്ല. ഈ നസീഹത്തില്ലെങ്കിലോ, വെറും തെർക്കാണെങ്കിലോ, അല്ലെങ്കിൽ ജമീലല്ലാത്ത ഹജറാണെങ്കിലോ അവിടെ എന്താ സംഭവിക്കുക? അവിടെ സംഭവിക്കുക എന്താ, ഇപ്പം നമ്മൾ കാണുന്ന പോലെ അല്ലേ, ഇന്നിപ്പോൾ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പറയുക, ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, ആർക്കെതിരെയും പത്രസമ്മേളനം നടത്തുക, എന്നിട്ടില്ലാത്തതൊക്കെ പറയുക, ചൂഴ്ന്ന് തോണ്ടി വ്യക്തിപരമായ കാര്യങ്ങളെ പുറത്തേക്ക് വലിച്ചിടുക, എന്നിട്ടങ്ങനെ കുറ്റം പറയുക. അങ്ങനെ മറ്റൊരാളെ കുറ്റം പറയാതെ, അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാതെ, അവരെ പ്രയാസപ്പെടുത്താതെ, പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന സംഗതികൾ ചെയ്യാതെ, അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പം. ഇന്നിപ്പോൾ ആരോടും പിന്നെ വൈരാഗ്യമോ പ്രയാസമോ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ഒന്നുകിൽ ആക്സിഡൻറ്റിൽ അവരെ കൊല്ലുക, അല്ലെങ്കിൽ അവർക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ എന്താണ് പറയുക, വേണ്ടാത്തത് പറഞ്ഞു വരുത്തുക. ഇതൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. അതിന് പത്രമാധ്യമങ്ങളുടെ കൂട്ടത്തിലോ കൂടുകയും ചെയ്യും അപ്പം വലിയ വലിയ ആളുകളാണെങ്കിൽ. അപ്പോൾ ഇതാണ് ഈ ആയത്തിൻ്റെ വിശദീകരണമായി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അള്ളാഹു ഹജർ നടത്തിയിട്ടുണ്ടല്ലോ, ഹജറുൻ ഫി ദാത്തില്ലാഹി, അള്ളാഹു തന്നെ നമുക്ക് ശരിക്കും കാണിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില സ്വഹാബികളുടെ വിഷയത്തിൽ ഈ ഹജർ ജമീൽ എങ്ങനെയായിരിക്കണമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഏത് തബൂക്ക് യുദ്ധത്തിൽ പോകാതിരുന്ന കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മൂന്നാളുകൾ, ഇല്ല, ഈ മൂന്നാളുകളെക്കുറിച്ച് വലിയ വിഷയം ഉണ്ടായല്ലോ. തബൂക്ക് യുദ്ധത്തിൽ അവർ പോയില്ല. അപ്പോൾ തബൂക്ക് യുദ്ധം കഴിഞ്ഞ് വന്നതിന് ശേഷം നബിയും സഹാബത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലിരിക്കുന്ന സമയത്ത് ഈ പോകാത്ത ആളുകൾ വന്നിട്ട് ഓരോ കാരണങ്ങൾ ബോധിപ്പിക്കാൻ തുടങ്ങി. വേറെ മുനാഫിക്കുകൾ വന്ന് കുറേ നുണയൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ, അതുകൊണ്ട് ഞങ്ങൾക്ക് പോരാൻ കഴിയായിരുന്നു. തങ്ങൾക്ക് അതൊക്കെ അറിയാം സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാലും അത് അംഗീകരിച്ചു കൊടുത്തു. പിന്നെ അവസാനം ഇവർ വന്നപ്പോൾ, കഅബ് ബിൻ മാലിക്കും കൂടുതലുള്ള ആളുകൾ വന്നപ്പോൾ അവർക്കൊന്നും പറയാൻ വയ്യ, കാരണമൊന്നും പറയല്ല. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പിന്നെ ഞാൻ അവിടെ നുണ പറയുകയാണെങ്കിൽ എനിക്കറിയാം അത് അള്ളാഹുവിൻ്റെ റസൂൽ അത് അറിയും നുണയാണെന്ന്. ഞാൻ എന്തിനാ പറഞ്ഞത്, അള്ളാഹു തആല അറിയിച്ചു കൊടുക്കാൻ പറഞ്ഞ നുണയാണെന്ന്. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, റബ്ബേ നബിയെ എനിക്കൊരു കാരണമല്ല, ഞാൻ കാരണമില്ലാതെ പിന്തിയതാണ്. ഇത് പറഞ്ഞു മൂന്നാളുകളും, കഅബ് ബിൻ മാലിക് തങ്ങളടക്കമുള്ള മൂന്നാളുകൾ. ആ ഒരു സംഭവത്തിന് ശേഷം നബിയും സ്വഹാബത്തും അവർ ഹജർ ജമീൽ ചെയ്തു അല്ലേ. അവരോട് തൽക്കാലം ഒരു ബഹിഷ്കരണം പ്രഖ്യാപിച്ചു. അത് ജമീലായ ഹജറായിരുന്നു എന്നാണ്. അതിൽ അവരെ ഒരു നിലക്കും ഒരു ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ഒരു പ്രയാസം അവർക്ക് വരുത്തിയിട്ടില്ല. അവരുടേതായ രീതിയിൽ അങ്ങനെ പോകും, സ്വഹാബത്ത് അവരുടേതായ രീതിയിൽ പോകും. അവരെങ്ങനെയും തിരിച്ച് തൗബ ചെയ്ത് വരും, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനം അവരുടെ വിഷയത്തിലുണ്ടാവും എന്നവർ പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ ആ അള്ളാഹിൻ്റെ തീരുമാനം വന്നിട്ട് അവരെ തൗബ റബ്ബ് സ്വീകരിച്ചു എന്ന് പറഞ്ഞ ആ സമയം ആദ്യം വന്ന ഉടനെ തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലുണ്ടായിരുന്ന സഹാബത്ത് സന്തോഷത്തോടു കൂടി ഓടിപ്പോയി ചാടിപ്പോയി കെട്ടിപ്പിടിച്ചു എന്നാണ് കഅബ് റളിയല്ലാഹു അൻഹു. സന്തോഷം കൊണ്ട് പോയി കെട്ടിപ്പിടിച്ചു. അത് ആ ഹജർ ജമീലായിരുന്നു എന്നതിൻ്റെ അടയാളമാണ്. അല്ലാതെ ഒരു തെറ്റ് ചെയ്തു അതിനെ മാറ്റി നിർത്തി ഇനി ഒരു ബന്ധം ആരോടില്ല എന്ന് പറഞ്ഞ് ചെയ്യല്ല. തൗബ സ്വീകരിച്ചു എന്ന് അള്ളാഹ് പറഞ്ഞപ്പോൾ പോയി കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ ആ ഒരു രംഗം അവിടെ ഹദീസുകളൊക്കെ പറയുന്നുണ്ട്. ഷിദ്ദത്തുൽ ഫറഹി, സന്തോഷം കൊണ്ടും കെട്ട് റസൂലുള്ളാഹിൻ്റെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് കെട്ടിപ്പിടിച്ചു എന്നാണ് റസൂലുള്ളാഹി അവിടെ ഇരിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തങ്ങളുടെ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് വേറെ ആൾ പോയി കെട്ടിപ്പിടിക്കാന്നൊക്കെ പറഞ്ഞാൽ വളരെ അതബോടെ കൂടി ഇരിക്കുന്ന ഒരു സദസ്സല്ലേ. അതിൽ നിന്നും പോലും സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ച് പോയിട്ട് എന്താണ് പറയുക, തങ്ങൾ കഅബ് റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ചു എന്ന ഹദീസിൽ കാണാം. അപ്പോൾ അത് ഹജർ ജമീലായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഒരു നിദർശനമാണത്. സുബ്ഹാനല്ലാഹ്, മനസ്സിലാണ്ടല്ലോ അല്ലേ? ഇതാണ് വിഷയം. അതേസമയം ഈ തബൂക്ക് യുദ്ധത്തിൽ കൂടെ വരാതിരുന്ന മുനാഫിഖീങ്ങൾ ആളുകളെ നബി ഹജർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ ജമീലായ ഹജറായിരുന്നില്ല. കാരണം അവരെക്കുറിച്ച് തങ്ങൾക്ക് അറിയാമെന്നാണ്. അവരെക്കുറിച്ച് തങ്ങൾക്കറിയാം, അല്ലാഹു തആല പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ മുനാഫിഖീങ്ങളാണ്, നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോകാനുള്ള ആളുകളാണ്. പക്ഷെ പുറത്ത് പറഞ്ഞിട്ടില്ല, ഉള്ളിൽ അങ്ങനെയായിരുന്നു. പുറത്ത് പറഞ്ഞിട്ടില്ലല്ലോ. പുറത്ത് എന്ന് പറഞ്ഞാൽ ഉമർ തന്നെ ചോദിക്കണില്ലേ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് വരണം കൊന്നാലോ? ഉമർ തങ്ങൾക്ക് അറിയാം കുറേ ഉള്ളുകള്ളികൾ. മുനാഫിഖീങ്ങൾ ഞാൻ തലവട്ട, ഉബയ്യൻ്റെ തല ഞാൻ പട്ട, നേതാവില്ല പോലെ. പക്ഷേ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം അനുയായികളെ തന്നെ കൊല്ലുന്നു എന്ന് ആളുകൾ പറയാൻ പാടില്ല. കാരണം ആളുകൾക്കിടയിൽ അവർ മുസ്ലിങ്ങളാണ് അല്ലേ. അത് അല്ലാഹു തആല ഏറ്റെടുക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഹജറുൻ ജമീൽ ചെയ്യേണ്ടിടത്ത് അത് തന്നെ നമ്മൾ ചെയ്യണം. സുബ്ഹാനല്ലാഹ്.
ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധമായിട്ട് കുറച്ചുകൂടെ നമുക്ക് പറയാം, അടുത്ത ക്ലാസ്സിലാക്കാം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.